വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവെങ്കിലിസ്റ്റ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെ ഉള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏറ്റവും വെല്ലുവിളിക്കുന്ന കൽപ്പനയാണ് നൽകുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ. ലോകത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് നിനക്ക് ചെയ്യുന്നത് തിരിച്ചു ചെയ്യുക എന്നുള്ളതല്ലേ? പക്ഷേ യേശു തമ്പുരാൻ ദൈവരാജ്യത്തിൻ്റെ നിയമം അതല്ല എന്ന് പഠിപ്പിക്കുന്നു. ദേശത്തെ സ്നേഹത്താൽ ജയിക്കുവാൻ പഠിപ്പിക്കുന്നു. പൗരസ്ത്യ വിശ്വാസത്തിൽ ഇതൊരു സാധാരണ നന്മയല്ല, ദൈവ സാദൃശ്യം, അതായത് തെയോസിസ് കൈവരിക്കുന്ന ഒരു മാർഗമാണ്. 3 ചിന്തകൾ ഈ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഉയർന്ന മാനദണ്ഡം. കർത്താവ് ചോദിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ക്രിസ്തീയ സ്നേഹം പ്രതികാരമില്ലാത്തതാണ്, പ്രതിഫലം പ്രതീക്ഷിക്കാത്തതാണ്, അനുകമ്പ നിറഞ്ഞതാണ്. അതിനാണ് പൗരസ്ത്യ ആത്മീയതയിൽ കരുണയുടെ ജീവിതമെന്ന് പറയുന്നത്. രണ്ടാമതായി, വാങ്ങാതെ കൊടുക്കുവാനായിട്ട് അഭ്യസിക്കുക. കർത്താവ് പറയുന്നു, പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുവീൻ. ദൈവം നമുക്ക് നൽകുമ്പോൾ നാം എന്തെങ്കിലും തിരിച്ചു കൊടുക്കാറുണ്ടോ? സൂര്യൻ നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെയാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവൻ ആകുന്നതുപോലെ നിങ്ങൾക്കും കരുണയുള്ളവരാകുവീൻ. ഇത് വലിയ ഒരു ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. പിതാവിൻ്റെ സാദൃശ്യം കൈവരിക്കുവാൻ ക്ഷമിക്കുമ്പോൾ നാം ഒരു ആത്മാവിനെയാണ് ജയിക്കുന്നത്. ദേഷ്യം ഭയത്തെ സൃഷ്ടിക്കുന്നു, സ്നേഹം മാറ്റത്തെ സൃഷ്ടിക്കുന്നു. മൂന്നാമതായി, വിധിക്കരുത്, ക്ഷമിക്കുവാൻ അഭ്യസിക്കുക. കർത്താവ് നന്മ ചെയ്യുവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിധിക്കരുത്, കുറ്റപ്പെടുത്തരുത്, നാം ഏവരെയും ക്ഷമിക്കുക. പൗരസ്ത്യ സഭയിൽ ഓരോ ആരാധനകളിലും നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന്. നാം ക്ഷമിക്കാതിരുന്നാൽ ദൈവം നമ്മളോട് എപ്രകാരമാണ് ക്ഷമിക്കുക? നാം ക്ഷമിക്കാതിരുന്നാൽ ദൈവക്ഷമ തേടുന്നത് വ്യാജമാകിയില്ലേ? ഹൃദയത്തിലെ സമാധാനം പുറമെയുള്ള വിജയത്തേക്കാൾ വിലപ്പെട്ടതാണ്. 3 ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ദേഷ്യത്തെ ദഹിപ്പിക്കും. 2, ദാനം ചെയ്യുക. പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനും സഹായിക്കുവാനും അവരെ കരുതുവാനും ശ്രമിക്കുക. ക്ഷമ. മറ്റുള്ളവരെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മോചിതമാകുന്നു. സ്നേഹം ഒരു വികാരമല്ല, ഒരു തീരുമാനമാണ്. അതൊരു ക്രൂശാണ്, ഒരു ത്യാഗമാണ്. പ്രിയമുള്ളവരെ, നമ്മെ ദേഷിക്കുന്നവരെ സ്നേഹിക്കുക എന്നത് ലോകത്തിന് അസംബന്ധമെന്ന് തോന്നാം, പക്ഷേ അത് സ്വർഗീയ നിയമമാണ്.